കഴിഞ്ഞ 2 ദിവസമായി ഐ വാസ് റിഫ്ലക്റ്റിംഗ് ത്രൂ മൈ കോളേജ് ഓർ സ്കൂൾ ലൈഫ്. അപ്പോഴൊക്കെ എൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് ഞാൻ കരുതുന്ന ഒരു കാര്യം ഓവർ തിങ്കിങ് ആയിരുന്നു. ഞാനിങ്ങനെ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ആളായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണേലും സൺഡേ ഒക്കെ ആവുമ്പോഴത്തേന് എൻ്റെ സൺഡേ ആഫ്റ്റർനൂൺ ഒക്കെ ആവും ഞാൻ ഭയങ്കരമായിട്ട് ആൻഷ്യസ് ആവും. ചിലപ്പോൾ ഒരു ക്ലാസ് ടെസ്റ്റ് ആവാം, ചിലപ്പം ഒരു ഹോംവർക്ക് ചെയ്തുകൊണ്ട് പോകാനുള്ളതാവാം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഐ യൂസ് ടു ബി സോ ആൻഷ്യസ് അബൌട്ട് ഇറ്റ്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം. എനിക്കറിയത്തില്ല ഇപ്പോഴൊക്കെ പിള്ളേർക്കൊക്കെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ എന്ന് പോലും. മൺഡേ ഫിയർ എന്ന് പറയുന്ന ഒരു കാര്യം അതെനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു. അതെൻ്റെ കോളേജ് ലൈഫ് വരെ എനിക്കുണ്ടായിരുന്നു. എനിക്കൊന്ന് പിന്നെ ഞാൻ ജൂനിയർ റിസർച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്തും ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ 30s കടന്നപ്പോഴാണ് അതൊക്കെ ഒന്ന് കാം ഡൗൺ ആയത്. അതിൽ നിന്നൊക്കെ ഞാൻ പഠിച്ച ഒരു കാര്യം, ലിവ് ഇൻ ദ പ്രസൻറ്റ്. അതായത് നമ്മൾ നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിനെ ഒത്തിരി നല്ലതായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നാളെയുള്ള കാര്യങ്ങളും തന്നെ ശരിയായിക്കോളും. പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഡിസിഷനാണ്. സോ ചൂസ് പീസ് ഓഫ് മൈൻഡ്. ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് നമ്മുടെ മൈൻഡിനെ ഓവർലോഡ് ആക്കാതെ ലിവ് ഇൻ ദ പ്രസൻറ്റ്. നാളെയുള്ള കാര്യങ്ങളെല്ലാം ശരിയാവും. സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു.